സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിവാഹമാണ് നാഗചൈതന്യയുടെയും ശോഭിതയുടെയും. ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. തെലുങ്ക് സിനിമ മാത്രമല്ല, തമിഴ്, കന്നഡ, മലയാളം സിനിമകളുടെ ലൊക്കേഷനായി മാറിയ ഇടം കൂടിയാണിത്. ഇന്ന് ഏക്കറിന് 30 കോടി വിലമതിക്കുന്ന ഈ സ്റ്റുഡിയോയ്ക്ക് 650 കോടിയുടെ വാല്യൂ ഉണ്ട്. നാഗചൈതന്യയുടെ മുത്തശ്ശൻ പണിതുയർത്തിയ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ചാണ് താരങ്ങളുടെ സ്വപ്നതുല്യമായ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളുടെ ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതുവരെയുള്ള ചടങ്ങുകളുടെയും ചടങ്ങുകളിൽ ശോഭിത ധരിച്ച വേഷവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കല്യാണത്തിന് ഏത് ഗെറ്റപ്പിലായിരിക്കും വരുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷ ആരാധകരിലുണ്ട്. തെലുങ്ക് ബ്രാഹ്മണ ആചാരപ്രകാരം പക്ക ട്രഡീഷണൽ ആയിട്ടാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇരുവരും ഫാമിലി വാല്യൂവിനും പാരമ്പര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നവരാണ്. ആയതിനാൽ തന്നെ തികച്ചും പാരമ്പര്യ രീതിയിൽ തന്നെയായിരിക്കും വിവാഹം. വിവാഹ ചടങ്ങുകൾക്ക് മുന്നേ നാഗചൈതന്യ ശോഭിതയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. വിവാഹശേഷവും ശോഭിത അഭിനയ രംഗത്തുണ്ടാകുമെന്ന് നാഗചൈതന്യ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ശോഭിതയുടേത് തനി തെലുങ്ക് കുടുംബമാണെന്നും വീട്ടിലുള്ളവർക്കെല്ലാം തന്നോട് വലിയ സ്നേഹമാണെന്നും നാഗചൈതന്യ പറഞ്ഞു. ശോഭിത തീർത്തും ഒരു ഫാമിലി ഗേൾ ആണെന്നും പല ആഘോഷങ്ങളിലും ഒന്നിച്ചുണ്ടായിരുന്നതിനാൽ തനിക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി. താരങ്ങളുടെ വിവാഹ നിശ്ചയം ഓഗസ്റ്റിൽ നടന്നത് അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത് വളരെ ലളിതമായിട്ടായിരുന്നു. നാഗചൈതന്യയും ശോഭിതയും പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുനയാണ് വിവാഹ നിശ്ചയ വാർത്ത ഔദ്യോഗികമായി എക്സ്പോസിലൂടെ അറിയിച്ചത്. വിവാഹത്തിന് സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ പ്രമുഖ താരങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. 50 കോടിക്ക് വിവാഹം നെറ്റ്ഫ്ലിക്സിന് വിറ്റിരിക്കുകയാണ്. വിവാഹത്തിന് പങ്കെടുക്കുന്നവർ സ്വകാര്യ ഡിവൈസുകൾ അകത്തേക്ക് കടത്തുന്നതിനും നിയന്ത്രണമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.